ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പച്ചരി അരയ്ക്കുന്നില്ല, അതുപോലെ ഉഴുന്ന് അരയ്ക്കുന്നില്ല. തലേ ദിവസം നമ്മൾ അരച്ച് പൊങ്ങാനൊക്കെ വെക്കൂലേ, അപ്പം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത്, ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അളവ് ശരിയാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഓരോ പാത്രങ്ങളായിട്ട് അളവ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അതിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് നമ്മൾ പൊടിപ്പിച്ചെടുക്കൂലേ, അപ്പം അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആട്ടപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് നമുക്ക് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചോറ് ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/4 കപ്പ് ചോറാണ് ചേർക്കേണ്ടത് കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ എടുത്ത ഇത്രത്തോളം പൊടിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര തന്നെ പാകമാണ്. പിന്നെ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് ദോശ മധുരമുള്ള ദോശയാണോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഒട്ടും ആ ഒരു പഞ്ചസാര ചേർത്തത് മനസ്സിലാവുകയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ദോശയ്ക്ക് ചെറിയൊരു മുരുമുര എന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്താൽ നല്ലതാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അരച്ച ശേഷം ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാനൊരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. കാരണം നമ്മുടെ ഞാൻ എടുത്തിട്ടുള്ള അളവ് ഞാൻ കാണിക്കാം. പക്ഷെ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കേട്ടോ. ആദ്യം ഞാനിതാ 1 കപ്പ് വെള്ളം നമ്മൾ ആ പൊടി എടുത്ത പാത്രം ഉണ്ടല്ലോ, അതിലൊരു പാത്രം വെള്ളം ഞാൻ ആദ്യം എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം ഞാൻ 1 കപ്പ് ഫുള്ളായിട്ട് പല തവണ ആയിട്ട് ഒഴിച്ച് അത് മിക്സ് ചെയ്തിട്ട് ഇത്തിരിയും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിക്കാം എത്രത്തോളം വെള്ളം വേണ്ടി വന്നതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കൂടുതൽ പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുക. ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഇങ്ങനെ ഒന്ന് അരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ആദ്യത്തത് ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം തന്നെ അരച്ചെടുക്കണം. നമ്മൾ ചോറൊക്കെ ചേർത്തിട്ടുണ്ട് അതിൽ. അപ്പം അതുകൊണ്ട് നല്ലോണം അരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ വെള്ളം ഒന്നും ചേർക്കാണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നല്ലോണം കട്ടിയുണ്ട് മാവ് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് അരയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ആദ്യം അരച്ചതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വെള്ളത്തിൽ ഇതാ ഇത്രത്തോളമാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പും കൂടെ ഞാനിതാ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് കഴുകിയിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ നമ്മുടെ പൊടി മാവൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ചതല്ലേ. അപ്പോൾ എന്നിട്ട് ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തതും ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിതാ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2ാം പ്രാവശ്യം അരച്ചതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ 2 ബാറ്ററും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി ലൂസ് പോലെയുള്ള മാവാവരുത്. അപ്പോൾ ഈ സമയം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെന്നെങ്കിൽ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം നമുക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് ഒരു തവി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ദോശ എപ്പോഴും നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കണേ. പിന്നെ നമ്മൾ 1 കപ്പ് വെള്ളം 2ാം പ്രാവശ്യം എടുത്തില്ല, അതിലൊരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് എനിക്ക് ബാലൻസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാന് ഓവറായിട്ട് ചൂടാവണ്ട. നമുക്ക് ഈ മാവ് ചുറ്റിക്കാനുള്ള ഒരു ചൂട് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. നമ്മുടെ പാന് നല്ലോണം ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം വലുപ്പത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നമുക്കൊന്ന്
ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രത്തോളം നൈസായിട്ട് പരത്തുന്നതിനനുസരിച്ച് നമുക്ക് നല്ല മുരുമുരാന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് മൊരിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. എത്രത്തോളം മൊരിയണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ മുകളിലൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തടവാൻ ഇഷ്ടമെങ്കിൽ അത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ദോശ ഒന്നും കൂടെ മൊരിഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അപ്പം ഞാനൊന്ന് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടുത്തതും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഇനോയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല മുരുമുരാൻ തന്നെ നമ്മുടെ ദോശ കിട്ടും. അപ്പോൾ അത് അതിൻ്റെ മുകളിലും ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് അത് ഒത്തിരി സമയം ഇട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം എണ്ണ തടവി കൊടുക്കരുത് കേട്ടോ. നമുക്ക് ആ മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുമല്ലോ നമ്മൾ ആ മാവ്, ആ സമയം തന്നെ എണ്ണ തടവി കൊടുക്കുക. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ചിലപ്പോൾ പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ സമയം തന്നെ എണ്ണ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തതും ആയിട്ടുണ്ട്. ഇനി അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതും നമുക്ക് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അത് പാനിൽ ഉണ്ടായിരുന്നു കൂടെ എടുത്തു. അപ്പോൾ ഇത് മക്കൾക്കാണെങ്കിലും ചൂടോടെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഇതുപോലുള്ള ദോശകളൊക്കെ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അധികം ഉണ്ടാക്കി വെക്കുന്നില്ല, കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ദോശ നല്ല മൊരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചെടുത്താൽ മതി. അതുപോലെ ഉണ്ടല്ലോ, നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു ബാറ്റർ ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ അരി അരച്ച് വെക്കാണ്ടിയും അതുപോലെ ഉഴുന്ന് ചേർക്കാണ്ടിയും ഈസ്റ്റ് ചേർക്കാണ്ടിയും ഒക്കെ ആയിട്ട് നമുക്ക് മൊരിഞ്ഞ ദോശയാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാത്തവരൊന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ദോശയുടെ റെസിപ്പികളാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കയറി കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.